അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതമായി നീട്ടിയതോടെ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ്. യുദ്ധം തകർത്ത ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ വിജയഘോഷവുമായി ഒഴുകിയെത്തുമ്പോൾ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നുമാത്രം: അമേരിക്കയുടെ അതിശക്തമായ സൈനിക നീക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും തകർക്കാനാവാത്ത പ്രതിരോധശേഷി തങ്ങൾക്കുണ്ടെന്ന്. മാപ്പും കണക്കുകളും നോക്കി മാസങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ മാറ്റം ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായി അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളായി കണ്ടിരുന്നത്. ഈ വരേണ്യ ക്ലബ്ബിലേക്ക് ഇറാൻ എന്ന രാജ്യം കടന്നുവരുന്നത് അവിശ്വസനീയമായി തോന്നാം. കാരണം സാമ്പത്തികമായും സൈനികമായും മറ്റു ശക്തികൾക്ക് മുന്നിൽ ഇറാന്റെ കണക്കുകൾ ചെറുതാണ്. എന്നാൽ ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ റോബർട്ട് പാപ്പ് വ്യക്തമാക്കുന്നതുപോലെ, ഇറാൻ സൈനികമായോ സാമ്പത്തികമായോ ഇവരോട് മത്സരിക്കുന്നില്ലെങ്കിലും ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശേഷി അവരെ ആഗോള ശക്തിയുടെ നാലാമത്തെ കേന്ദ്രമായി ഉയർത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഈ അപ്രമാദിത്വത്തിന് പ്രധാനമായും രണ്ടു കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്ക-ഇസ്രയേൽ സഖ്യത്തിന്റെ അതിശക്തമായ സൈനിക സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള അവരുടെ അത്ഭുതകരമായ പ്രതിരോധശേഷി. രണ്ട്, ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്നൊഴുകുന്ന ഹോർമസ് കടലിടുക്കിനുമേൽ ഇറാൻ നേടിയ പൂർണ്ണ നിയന്ത്രണം. ഈ ചെക്ക് പോയിന്റിനെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാനുള്ള ഇറാന്റെ കഴിവ് എത്ര ഉപരോധങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ളതായി മാറിയിരിക്കുന്നു. സൈനികമായി ഒരു ലോകശക്തിയെ നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഫെബ്രുവരി 28 മുതൽ ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അമേരിക്കയുടെ നിരന്തരമായ വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ വികേന്ദ്രീകൃത കമാൻഡ് ഘടന അവരെ യുദ്ധം തുടരാൻ അനുവദിച്ചു. ശത്രുവിന്റെ സൈനിക ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുന്നില്ലെങ്കിലും തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തിയതാണ് ഇറാന്റെ വലിയ സൈനിക വിജയം. യുദ്ധം ഇറാന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അമേരിക്ക-ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം വധിക്കപ്പെട്ടു. ഇറാന്റെ നാവികസേന വലിയ തോതിൽ തകർക്കപ്പെടുകയും വ്യോമപ്രതിരോധം ദുർബലമാവുകയും ചെയ്തു. രാജ്യത്തെ പാലങ്ങളും റെയിൽവേകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ മിസൈലുകൾ തകർത്തെറിഞ്ഞു. എന്നാൽ ഇത്രയേറെ തകർച്ചകൾക്കിടയിലും ഇറാൻ ഭരണകൂടം തകരാതെ നിലനിൽക്കുന്നു എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. തകർക്കപ്പെട്ട റെയിൽവേകളും പാലങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രദ്ധേയമായ കഴിവ് ഇറാൻ പ്രകടിപ്പിച്ചു. ഇത് ഇറാന്റെ ആഭ്യന്തര പ്രതിരോധ സജ്ജീകരണങ്ങളുടെയും കാര്യക്ഷമതയുടെയും ഉത്തമ ഉദാഹരണമാണ്. തകർത്താലും തളരില്ലെന്ന ഇറാന്റെ വാശി അമേരിക്കൻ ഭരണകൂടത്തെപ്പോലും ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ സൈന്യം തകർന്നു എന്ന ട്രംപിന്റെയും പീറ്റ് ഹെഗ്സത്തിന്റെയും പ്രഖ്യാപനങ്ങൾ വെറും പൊള്ളയാണെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക വിഭാഗവും വ്യോമസേനയുടെ 2/3 ഭാഗവും ഇപ്പോഴും അതേപടി തുടരുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ശക്തി ഉപയോഗിച്ച് ഇപ്പോഴും മേഖലയിൽ ആധിപത്യം തുടരാൻ ഇറാന് സാധിക്കുന്നു. മേഖലയിലുടനീളം അമേരിക്കയെയും സഖ്യങ്ങളെയും ഭീഷണിപ്പെടുത്താൻ ശേഷിക്കുന്ന ആയിരക്കണക്കിന് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഇറാൻ ഇപ്പോഴും നിലനിർത്തുന്നു. അമേരിക്കൻ മറീൻ കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസിന്റെ വാക്കുകളിൽ, ദശാബ്ദങ്ങളായി അമേരിക്കയുടെ ചുരുട്ടം ചില എതിരാളികൾക്ക് മാത്രമേ സംഘർഷത്തിന്റെ നിബന്ധനകൾ ഇത്തരത്തിൽ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ചുരുട്ടം ശക്തികളിൽ പ്രമുഖരായി ഇന്ന് ഇറാൻ മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചെക്ക് പോയിന്റായ ഹോർമസ് കടലിടുക്കിനുമേലുള്ള നിയന്ത്രണമാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ആധുനിക യുഗത്തിൽ ഈ പാതയ്ക്ക് മറ്റൊരു ബൽക്കരം കണ്ടെത്താൻ ലോകശക്തികൾക്ക് സാധിച്ചിട്ടില്ല. ഹോർമസിലെ നിസ്സാരമായ ഒരു സ്തംഭനം പോലും ലോകത്തെ ഇരുട്ടിലാക്കാൻ പര്യാപ്തമാണ്. ഈ കടൽപാത അടച്ചുപൂട്ടാതെ തന്നെ നിയന്ത്രിക്കാൻ ഇറാന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. കടലിടുക്കിലെ ഗതാഗതം ഇപ്പോൾ 90% കുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതുകൊണ്ടല്ല ഇത് സംഭവിച്ചത്, മറിച്ച് ഇറാന്റെ ഭീഷണിക്ക് തുടർന്ന് ലണ്ടനിലെ ലോയിഡ്സ് പോലുള്ള സമുദ്ര ഇൻഷുറൻസ് കമ്പനികൾ പിന്മാറിയതാണ്. വാണിജ്യ ഷിപ്പർമാർ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായി. ഈ തന്ത്രത്തിലൂടെ ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയെ ഇറാൻ മുട്ടുകുത്തിച്ചു. ഇറാൻ 40 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമാണ്. ലോകത്തിലെ എണ്ണയുടെ 20% അവരുടെ നിയന്ത്രണത്തിലാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം അമേരിക്ക നേരിടേണ്ടി വരുന്ന നാലാമത്തെ വൻശക്തിയായി ഇറാൻ ഉയർന്നുപഴിഞ്ഞു എന്ന് റോബർട്ട് പാപ്പ് നിരീക്ഷിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ അണുശക്തിയെയും മിസൈൽ ശക്തിയെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ
വിരോധാഭാസമെന്ന് പറയട്ടെ, ആ സംഘർഷം ഇറാനെ കടലിടുക്കിന്റെ നിയന്ത്രണമെന്ന അജയ്യമായ ആയുധം നൽകി അനുഗ്രഹിച്ചു. ഈ ആധിപത്യം ഉപയോഗിച്ച് ഗ്ലോബൽ ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളുമായി വലിയ ബലപേശലുകൾ നടത്താൻ ഇറാന് സാധിക്കും. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കും UAEക്കും ഇതിനോടകം $50 ബില്യൺ നഷ്ടം ഇറാൻ വരുത്തിക്കഴിഞ്ഞു. ഇത്ര വലിയ തിരിച്ചടി നേരിട്ടതോടെ സഖ്യങ്ങളെ സഹായിക്കാൻ അമേരിക്ക സാമ്പത്തിക പാക്കേജുകൾ ആലോചിക്കേണ്ട ഗതികേടിലെത്തി. യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് അമേരിക്കയല്ല എന്ന സത്യം ട്രംപിന് വെടിനിർത്തൽ നീട്ടേണ്ടി വന്നതിലൂടെ വ്യക്തമായി. അന്താരാഷ്ട്ര സംവിധാനത്തിൽ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള കഴിവിനെയാണ് ഒരു വൻശക്തിയുടെ ലക്ഷണമെന്ന് പറയുന്നത്. എങ്കിൽ ഇന്ന് ഇറാൻ ആ സ്ഥാനത്തിന് അർഹരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ തുറിച്ചുനോക്കി തങ്ങളുടെ ഭരണം നിലനിർത്തിക്കൊണ്ട് ഗ്ലോബൽ സമ്പദ്വ്യവസ്ഥയെ പണയപ്പെടുത്തിയ ഇറാന്റെ തന്ത്രം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഇറാൻ ഒരു സൂപ്പർ പവർ ആണോ അല്ലയോ എന്ന ചർച്ചകൾക്കപ്പുറം ഇന്ന് ലോകം ഇറാന്റെ നിബന്ധനകൾക്ക് കാതോർക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.